ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കുറച്ച് വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ നാളായി മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നം, ഒരു മോഹം, ഈ നിമിത്തം അല്ലെങ്കിൽ വിധി എന്നൊക്കെ പറയുന്നതിൽ കുറേയൊക്കെ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറേ നാളായിട്ട് കൊട്ടിയൂർ ദർശനത്തിനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. ഇത്തവണ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നുകൊണ്ട് ഒരു ട്രാവലറിൽ കൊട്ടിയൂരേക്ക് പുറപ്പെട്ടു. രാത്രി ഞങ്ങൾ യാത്ര തിരിച്ചു. പിറ്റേന്ന് രാവിലെ അവിടെ എത്തി. അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട് ഞങ്ങൾ അവിടെ ആ ലോഡ്ജിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും പറ്റി. അവിടെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. അവിടെ പെർ ഹെഡ് 200 രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ഈടാക്കുന്നത്. പക്ഷേ അത് നമുക്കൊരു സൗകര്യമാണ്. കാര്യം കുളിച്ച് ഫ്രഷായി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള അവസരം ലഭിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ വൈശാഖ മഹോത്സവം നടക്കുന്നത് 2026 മെയ് 23 മുതൽ ജൂൺ 24 വരെയാണ്. വൈശാഖ ഉത്സവ നാളുകളിൽ മാത്രമേ നമുക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാവലിപ്പുഴ കടന്ന് വേണം അക്കരെ കൊട്ടിയൂരിൽ എത്താനായിട്ട്. പുഴയിലിറങ്ങി കല്ലുകളൊക്കെ എടുത്ത് ഞങ്ങൾ പരസ്പരം ആ കല്ലുകൾ ഉരസി അതിൽ ചന്ദനം ഒക്കെ ഇട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന പുണ്യഭൂമി അല്ലെങ്കിൽ ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂർ അറിയപ്പെടുന്നത്. ദക്ഷ പ്രജാപതി നടത്തിയ ദക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഐതിഹ്യങ്ങളൊക്കെ നിറഞ്ഞൊരു പുണ്യസ്ഥലമാണ്. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീ മഹാദേവൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. ഒഴുകുന്ന വെള്ളത്തിലൂടെ യാഗശാലയ്ക്ക് ചുറ്റും നമ്മളിങ്ങനെ തൊഴുകൈകളോടെ പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭവമാണത്. അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. വലിയ ആൾത്തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. എങ്കിലും ആ തിരക്കിനിടയിൽ കൂടെ നമ്മൾ പോകുമ്പം തന്നെയും നമുക്ക് മനസ്സിൽ ഒരു പ്രത്യേക ഫീൽ, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് അവധി ദിവസമല്ലാത്തൊരു വർക്കിംഗ് ഡേയിലായിരുന്നു പോയത്. പക്ഷേ അവധി ദിവസങ്ങളിലൊക്കെ ഇതിനേക്കാൾ വലിയ തിരക്കാണെന്നാണ് അവിടുത്തെ സംഘാടകരൊക്കെ പറയുന്നത്. അങ്ങനെ അവിടെ തൊഴുതതിനൊക്കെ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നെയ്പ്പായസവും ഉണ്ണിയപ്പവും ഒക്കെ വാങ്ങി. അതിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് ഇക്കരെ കൊട്ടിയൂരിലെത്തി. അവിടുത്തെ ദർശനം കഴിഞ്ഞപ്പോഴാണ് ഇക്കരെ കൊട്ടിയൂരിലും നമുക്ക് ഉണ്ണിയപ്പവും അതുപോലെ നെയ്പ്പായസവും കിട്ടുന്ന കൗണ്ടർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ രണ്ടിടങ്ങളിലും അവർ പണം മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അല്ലാതെ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള നമുക്ക് അങ്ങനെയുള്ള UPI മാർഗ്ഗങ്ങളൊന്നും പറ്റത്തില്ല. പൈസ തന്നെ കൊടുത്ത് വേണം ഈ പ്രസാദങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അതിനുശേഷം ഞങ്ങൾ ഓടപ്പൂവ് വാങ്ങി. ഓടപ്പൂവ് വിൽക്കുന്ന ഒട്ടനവധി കടകൾ അവിടെയൊക്കെ ഉണ്ട്. കൊട്ടിയൂർ പല ഭാഗങ്ങളിലും ഓടപ്പൂ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. ഓടപ്പൂ എന്നത് ശിവനോടുള്ള ഭക്തിയുടെയും അതുപോലെ തന്നെ സതീദേവിയോടുള്ള ആദരവിൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മുള തല്ലി ഓടപ്പൂ ഉണ്ടാക്കുന്ന നമുക്ക് ലൈവായിട്ട് ആ കടകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. പല വിലകളിൽ പല സൈസിലുള്ള ഓടപ്പൂകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഓടപ്പൂവൊക്കെ വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി അടുത്ത വർഷവും ദർശനത്തിനുള്ള ഭാഗ്യം ഉണ്ടാവണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്.